വ്യൂവേഴ്സിന് വേണ്ടി വീണ്ടും ഒന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. പകുതി സെഷൻ കഴിഞ്ഞപ്പോൾ റെക്കോർഡിംഗ് ഓർമ്മ വന്നത്. അതുകൊണ്ട് യൂട്യൂബ് വ്യൂവേഴ്സിന് വേണ്ടി മാത്രം വീണ്ടും ക്ലാസ് എടുക്കുകയാണ്. എല്ലാവരും കൂടെ നിൽക്കുക. ജീവിതത്തിൽ മാറ്റമുണ്ടാക്കാൻ തയ്യാറായി മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുടെ മുന്നിലാണ് ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. ആരുടെയൊക്കെയോ പ്രാർത്ഥനയോ ഭാഗ്യമോ ആവാൻ തോന്നുന്നു. ചിലപ്പോൾ ഈ ക്ലാസ് അതേപടി വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത് ചിലവരുടെ മാനിഫെസ്റ്റേഷൻ പവർ ആയിരിക്കാം, അത് ലേറ്റ് ആയിട്ട് വന്നവരുടെയൊക്കെ ആയിരിക്കാമെന്ന് വിശ്വസിക്കുന്നു. ഇങ്ങനെയൊക്കെ ചിലപ്പോൾ സംഭവിച്ചു പോലെ. ഏതായാലും നിങ്ങൾക്ക് നല്ല മാനിഫെസ്റ്റേഷൻ പവർ ഉണ്ടെന്ന് മനസ്സിലായി. അതുപോലെ തന്നെ നിങ്ങൾക്കിത് കേൾക്കാനും ചിലപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതിൽ വ്യത്യസ്തമായി മറ്റൊരു രൂപത്തിൽ പറയാനും സാധിക്കുക. കാരണം ഒരു പ്രാവശ്യം നമുക്കൊരു വിഷയമുണ്ട്, നമ്മൾ സ്പോണ്ടിന്യൂസ് ഇങ്ങനെ പറയുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ആയിരിക്കില്ല, മറ്റൊരു രൂപത്തിലായിരിക്കും പറഞ്ഞു പോകും. അത് അങ്ങനെയൊക്കെയാണ് നടക്കുള്ളൂ. എനിവേ, പക്ഷെ യൂട്യൂബ് വ്യൂവേഴ്സ് നിങ്ങൾ ഒഴിവാക്കാൻ പറ്റില്ല എന്ന് റിപ്പീറ്റ് ആയിട്ട് പറയാം. താങ്ക് യു വെരി മച്ച്. ആദ്യം തന്നെ എല്ലാവരോടും നന്ദി. കഴിഞ്ഞ 3 ദിവസമായി നമുക്ക് ക്ലാസ് എടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം ക്രിസ്മസ് ആഘോഷിക്കാൻ പോയി, പിന്നെ അതിനുശേഷം ഞാനൊരു യാത്രയിലായി, പിന്നെ എല്ലാവരും അവരുടേതായ കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് 24 നമുക്ക് കഴിഞ്ഞു പോയിരിക്കുന്നു എന്നതല്ലേ സത്യം. 24 കഴിഞ്ഞു. എന്താണ് 25 പരിപാടി? മാറ്റം ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് ഹാപ്പിനെസ് മാസ്റ്ററി വന്നു. ദിനേശ് സാറിന്റെ അടുത്ത് കൂടി എന്തൊക്കെയോ മാറ്റങ്ങളൊക്കെ അവിടെ ഇവിടെ വരുന്നുണ്ടെന്നൊക്കെ തോന്നാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴും എന്താണ് മാറേണ്ടത്, എന്താണ് മാറ്റേണ്ടതെന്ന് യാതൊരു രൂപവും കിട്ടാത്തവർക്കുള്ള 1-2 ഓർമ്മപ്പെടുത്തലാണ്. ഇന്ന് തന്നെ നിങ്ങൾ ഒരു കാര്യം തീരുമാനിക്കുക. എന്താണ് നിങ്ങൾക്ക് മാറ്റം ഉണ്ടാക്കേണ്ടത്? ജീവിതത്തിൽ എന്താണ് നിങ്ങൾ നിലവിലുള്ള അവസ്ഥയിൽ നിന്നും ഉയർത്തേണ്ടത്, കളയേണ്ടത്? രണ്ടും ആലോചിച്ച് വെക്കുക. നമ്മൾ നിലവിലുള്ള അവസ്ഥയിൽ നിന്നും എന്ത് മാറ്റം ഉണ്ടാക്കണം? എനിക്ക് എവിടെയാണ് മാറേണ്ടത്? ഞാൻ മാറേണ്ട ഒരാവശ്യമില്ല സാറേ, എന്റെ മറ്റേയാൾ മാറിയാൽ മതി, ഭർത്താവ് മാറിയാൽ മതി, ഭാര്യ മാറിയാൽ മതി, മക്കൾ മാറിയാൽ മതി എന്നാണെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. വെറുതെ ഇവിടെ കിടന്ന് സമയം വേസ്റ്റ് ആക്കരുത്. നിങ്ങൾ പോയി ചാനലുകൾ മുഴുവൻ കയറി ഇറങ്ങുക. നിങ്ങൾ പോയി ഈ സാധനങ്ങൾക്ക് വെറുതെ നമ്മൾ എടുത്തുന്ന സമയം കളയണ്ട. നിങ്ങൾക്ക് മാറ്റമുണ്ടാക്കാൻ, എനിക്കും നിങ്ങൾക്കും മാറ്റമുണ്ടാക്കാൻ തയ്യാറാണെങ്കിൽ മാത്രം ഇവിടെ വന്നാൽ മതി. അപ്പോൾ നമ്മൾ ഹാപ്പിനെസ് മാസ്റ്ററി ഒരു മാറ്റം ഉണ്ടാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു 2025. അത് നിങ്ങളെ ഒന്ന് അറിയിക്കുക. കാരണം അനിവാര്യമാണ്, അല്ലെ? ഓരോ പടികൾ കയറിയാണ് പോകുന്നത്. ഇപ്പോൾ നമ്മൾ യൂട്യൂബിലെ ആൾക്കാരുടെ നല്ല വലിയ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടും കൊണ്ട് 3 മാസം കൊണ്ട് 4ാമത്തെ മാസമാകുമ്പോൾ 50K സബ്സ്ക്രിപ്ഷൻ നമ്മൾ കടന്നിരിക്കുന്നു. 50,000 ആൾക്കാർ നമ്മുടെ സബ്സ്ക്രൈബർ ആയിരിക്കുന്നു. നമ്മുടെ ഓരോ വീഡിയോയും 1,25,000, 1,50,000 വരും ആൾക്കാർ ഒരു മണിക്കൂറുള്ള വീഡിയോ ഒക്കെ കവർ ചെയ്തിരിക്കുന്നു. നന്ദിയെ പറയാനുള്ളൂ. അതോടൊപ്പം തന്നെ എന്താ പറയാം, ഏകദേശം നല്ലൊരു എമൗണ്ട് യൂട്യൂബിൽ നിന്നും എനിക്ക് വരുമാനമായി കിട്ടിക്കൊണ്ടിരിക്കുന്നുള്ള സന്തോഷം കൂടി അറിയിക്കുകയാണ്. കാരണം അത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യും, യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ വരുമാനം വരുന്നത്. അതും കൂടി നമുക്കുണ്ട് എന്ന് അറിയിക്കുകയാണ്. ഇനി അതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. സന്തോഷമാണ് കാര്യത്തിൽ. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിൽ ഒരു മാറ്റം നിങ്ങൾ എല്ലാവരും സഹകരിക്കണം. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഏകദേശം 5,000-ൽ പരം ആൾക്കാരുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. കുറച്ചൊക്കെ റിപ്പീറ്റഡ് ആൾക്കാരുണ്ടാവും, എങ്കിലും ഉണ്ട്. 2025 മുതൽ നമ്മൾ സമഗ്രമായ 4 മാറ്റങ്ങളിൽ, 3 എന്തായാലും പറഞ്ഞുതരാം, 3 മാറ്റങ്ങൾ നമ്മൾ ഉണ്ടാക്കുകയാണ്. ഒന്ന്, നമ്മൾ ജനുവരി 1 മുതൽ ബിസിനസ്സുകാർക്ക് വേണ്ടി മാത്രമായി ആഴ്ചയിൽ 2 ക്ലാസ് സംഘടിപ്പിക്കുകയാണ്. ഓൺലി ഫോർ ബിസിനസ് കമ്മ്യൂണിറ്റി. കച്ചവടം ചെയ്യിപ്പിക്കുകയും അല്ലെങ്കിൽ കച്ചവടം ചെയ്യാൻ താല്പര്യപ്പെട്ട് വരുന്ന ആൾക്കാർക്ക് വേണ്ടി മാത്രമാണെന്ന് അറിയുക. വെറുതെ ആരും കയറി വരരുത് എന്നുള്ളത് അറിയിക്കുകയാണ്. കാരണം ബിസിനസ് എന്ന് പറഞ്ഞാൽ പഠിക്കണം, അറിയണം, ചെയ്യണം. എന്തിനാണ് ബിസിനസ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം പോലും അറിയാതെ കച്ചവടം ചെയ്യുന്ന ആൾക്കാരെ, ഓരോ ദിവസവും കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് കച്ചവടം ചെയ്യുന്ന ആൾക്കാരെ എങ്ങനെയെങ്കിലും പറ്റുമെന്നൊരു തരത്തിലൊരു കാര്യം എത്തിക്കാൻ പറ്റുമെന്ന് ശ്രമിച്ചു നോക്കണം എന്നുള്ളതാണ്. വലിയ ബിസിനസ്സുകാരെ പറ്റിയല്ല ഞാൻ പറഞ്ഞത്, ചെറിയ ബിസിനസ്സുകാരെ ഒന്ന് കൂട്ടിയോജിപ്പിച്ചു കൊണ്ടുപോകുന്ന കമ്മ്യൂണിറ്റി തുടങ്ങുകയാണ്. ഇപ്പോൾ തന്നെ നമ്മൾ ഓൾറെഡി ബിസിനസ് കമ്മ്യൂണിറ്റി ഒരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഉള്ള ആൾക്കാരോട് ദയവ് ചെയ്ത് വീണ്ടും റിക്വസ്റ്റ് ചെയ്യണം, നിങ്ങൾ ബിസിനസ്സുമായിട്ടില്ലെങ്കിൽ ആ ഗ്രൂപ്പിൽ നിൽക്കരുത്, എക്സിറ്റ് ചെയ്ത് പോകണം. ബിസിനസ്സിലുള്ള ആൾക്കാർ ആ ഗ്രൂപ്പിലേക്ക് വരണം. നിങ്ങൾക്ക് വേറെ തന്നെ ക്ലാസ് ആണ് ഇനി വരാൻ പോകുന്നത്. കാരണം 1-2 കാര്യങ്ങൾ, കുറെ കാര്യങ്ങളുണ്ട്.
ബിസിനസ്സിലുള്ളവർക്ക് ടൈമും കൂടി വലിയ വാല്യൂ ആണ്. അതുകൊണ്ട് അവിടെ കുറച്ചും കൂടി ഫോക്കസ് ചെയ്യണം എന്നുള്ളതുകൊണ്ട്. രണ്ടാമത്തെ കാര്യങ്ങൾ, പക്ഷെ അതിന്റെ ബാക്കി കാര്യങ്ങൾ ആ ഗ്രൂപ്പിൽ ഞാൻ പറയുന്നതായിരിക്കും. അതിൽ ചേരാൻ ആഗ്രഹിക്കുന്ന യൂട്യൂബ് വീഡിയോ കാണുന്നവരോടും ചേരാൻ ആഗ്രഹിക്കുന്നവർ ഇതിന് തൊട്ട് താഴെ ഞാനൊരു നമ്പർ കൊടുക്കാം. ആ നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് മാത്രമേ ചെയ്യാവൂ. ഞാൻ ലിങ്ക് ഒന്നും തരില്ല. കാരണം അല്ലെങ്കിൽ ലിങ്ക് തന്ന എല്ലാവരും ചാടിക്കയറും. ആ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ ആ ലിങ്ക് നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് മാത്രമേ അയക്കാവൂ. ഐ ആം ഇൻട്രസ്റ്റഡ് ഇൻ ബിസിനസ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞിട്ട് കോളേജ് ചെയ്യോ എക്സ്പ്ലനേഷൻ ഒന്നും ചോദിക്കാതെ അതിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ അവരെ അറിയിക്കാം. കാരണം നിങ്ങളുടെ വാട്സപ്പിൽ ടൈപ്പ് ചെയ്യുക, എന്നിട്ട് ജോയിൻ ചെയ്യുക, അതിന് വിളിക്ക് മെസ്സേജ് അയക്കുക, എന്നിട്ട് വരിക കേട്ടോ. ബാക്കിയുള്ള കാര്യങ്ങൾ ലിങ്ക് ഒന്നും തരില്ല. ലിങ്ക് തന്നു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ അതിലേക്ക് കയറും. ഓക്കെ. രണ്ടാമതായി ഒരു സന്തോഷ വാർത്ത, എന്നെയും വളരെ സന്തോഷിപ്പിക്കുന്ന കാര്യം, നിങ്ങളെയും സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം അറിയിക്കുകയാണ്. ഒരുപാട് ദിവസങ്ങളായി അച്ഛനമ്മമാർ എന്നോട് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം, ഞാൻ പതുക്കെ എങ്ങനെ ആവണം അവരുടെ കൂടെ എന്ന് ആലോചിച്ച് അതിനുവേണ്ടി ട്രെയിനിങ് എടുത്ത് ട്രെയിൻ ചെയ്ത് എല്ലാവരെയും അവരുടെ കൂടെ നിൽക്കാൻ വേണ്ടി തയ്യാറായി. നമ്മുടെ മക്കൾക്ക് വേണ്ടി 18 വയസ്സിനും 30 വയസ്സിനും ഇടയിലുള്ള നമ്മുടെ മക്കൾക്ക് വേണ്ടി ഒരു ഫ്രീ ക്ലാസ് എല്ലാ ആഴ്ചയും ഞായറാഴ്ച രാത്രി തുടങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നു. എല്ലാ ആഴ്ചയും അവർക്ക് ഉണ്ടാവും. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ അവർക്ക് വേണ്ട ലക്ഷ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് മറ്റു കോഴ്സുകൾ നമുക്ക് അതുമായിട്ട് ഉണ്ടാവും. അത് വേറൊരു കാര്യമാണ്. ഇവർക്ക് എല്ലാവർക്കും അവരുടെ ലക്ഷ്യത്തെത്താൻ, അവരുടെ അഡിക്ഷൻ പുറത്തു കിടക്കാൻ, അങ്ങനെ കുറെ സബ്ജക്റ്റ് ഉണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ എല്ലാ അച്ഛനമ്മമാരുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു. അതിന് ഞാൻ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും ഇവിടെയും ഒരു ഫോം ഫില്ല് ചെയ്യാനുള്ള ഇത് തരാം. ആ ഓപ്ഷനിട്ട് നിങ്ങളെ മക്കളെ കൊണ്ട് ഫില്ല് ചെയ്യിപ്പിക്കണം. എന്നിട്ട് അവരാണ് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യേണ്ടത്. ദയവ് ചെയ്ത് നിങ്ങൾ ആരും അതിലേക്ക് ജോയിൻ ചെയ്യരുത്. കാരണം നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ മക്കൾ നിൽക്കില്ല. അതുകൊണ്ട് അച്ഛനമ്മമാർ ദയവ് ചെയ്താൽ ജോയിൻ ചെയ്ത് നിങ്ങൾ അവരെ ജോയിൻ ചെയ്യിപ്പിക്കാനുള്ള ലിങ്ക് കൊടുത്ത് അവരോട് ജോയിൻ ചെയ്യാൻ പറയുക. പിന്നെ എൻ്റെ അടുത്ത് വന്നാൽ ഞാൻ ശരിയായിക്കോളും. ഞങ്ങളുടെ ടീമുണ്ട് ഇതിന് വേണ്ടിയിട്ട് മാത്രം. അതുപോലുള്ള ആ പ്രായത്തിലുള്ള ആൾക്കാരുടെ ടീമുമായിട്ടാണുള്ളത്. അതുകൊണ്ട് നിങ്ങളെല്ലാം സഹകരിക്കണം എന്ന് അറിയിക്കുകയാണ്. നിങ്ങളുടെ മക്കളെ എങ്ങനെ പിന്നെ അവരുമായിട്ട് എന്തെങ്കിലുമൊക്കെ മാറ്റപ്പെടുത്തണമെങ്കിൽ നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാം. എൻ്റെ മകൻ ഇന്ന ആളാണ്, ഇന്ന സംഭവമാണ് എന്നൊക്കെ, അതൊക്കെ നമുക്ക് മറ്റൊരു രീതിയിൽ നോക്കാം കേട്ടോ. അവരുടെ കൂടെ നിന്ന് അവരെ പാകപ്പെടുത്താനുള്ള ഒരു ശ്രമം നടത്തുകയാണ്. 100% ആയിട്ട് നമുക്ക് വിജയിക്കാൻ പറ്റുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിലാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും സഹകരണം അതിൽ പ്രതീക്ഷിക്കുകയാണ്. ആ സമയത്താകുമ്പോൾ പിള്ളേനെ പിടിച്ചു കൊണ്ടൊന്ന് ഇരുത്താനെങ്കിലും നിങ്ങൾ ശ്രമിക്കുക. ഒന്ന് ഓർമ്മിപ്പിക്കുക, മോനെ ഇപ്പൊ ഉണ്ടല്ലോ ദിനേശ് സാറിന്റെ ക്ലാസ് ഉണ്ടല്ലോ, കയറൂ, ഇരിക്കൂ, ഞാൻ നിനക്ക് ചോറെടുത്തതിന് മുമ്പേ അവനെ കൊണ്ട് ഭക്ഷണം കഴിപ്പിക്കുക, അവളെ കൊണ്ട് ഭക്ഷണം കഴിപ്പിക്കുക, അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഒന്ന് എത്തിക്കണം എന്നുള്ള റിക്വസ്റ്റ് നിങ്ങൾ എത്തിക്കുക. മൂന്നാമതായി നമ്മുടെ സൂം സെഷൻസ് ഇനി നമ്മൾ ഒൺലി ഫോർ മെമ്പേഴ്സിനാക്കി മാറ്റുകയാണ്. നമ്മുടെ കോഴ്സിൽ എൻറോൾ ചെയ്ത ആൾക്കാർക്ക് വേണ്ടി മാത്രമാക്കി മാറ്റുകയാണ്. 1-ാം തീയതിക്ക് ശേഷം സൂം സെഷൻ യൂട്യൂബ് എല്ലാവർക്കും ഉണ്ടാവും. സൂം സെഷൻ ഒന്ന് കുറച്ച് കറക്ഷൻ ചെയ്യാൻ പോവുകയാണ്. ഏതെങ്കിലും തരത്തിൽ നമ്മുടെ ഓരോ കോഴ്സിനും എത്ര കാലം സൂം സെഷൻ ഉണ്ടാവും എന്നൊക്കെ കണ്ടീഷൻ ഇതൊക്കെ വരും. ചെറിയൊരു മാറ്റം മാത്രമാണ്. ബാക്കിയൊക്കെ ആസിറ്റീസ് ഉണ്ടാവും. ആഴ്ചയിൽ 1-2 ക്ലാസ്സുകൾ ഫ്രീ പബ്ലിക്കിനും ഉണ്ടാവും. ബാക്കിയുള്ള കാരണം വെച്ചാൽ എന്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തവരെ കൂടുതൽ ട്രെയിൻ ചെയ്യാൻ എനിക്ക് പറ്റുന്നത് അങ്ങനെയായിരിക്കും. കാരണം അവർക്ക് കൊടുക്കുന്ന സമയം എല്ലാ ഇപ്പൊ രാവിലെയാണ് ക്ലാസ് ഉള്ളത്. ഞായറാഴ്ചയും ശനിയാഴ്ചയും രാവിലെ ക്ലാസ് ഉണ്ട്, പലർക്കും എത്താൻ പറ്റുന്നില്ല. വൈകിട്ട് ക്ലാസ് ഉണ്ട്, പലർക്കും എത്താൻ പറ്റുന്നില്ല. അപ്പോൾ കോമൺ ആയിട്ട് 3-4 ദിവസം അങ്ങനെ കൊടുക്കുമ്പോൾ അവർക്ക് കൂടുതൽ എത്താൻ പറ്റുമെന്നുള്ള, അവരെ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവർ കൂടുതൽ റിസൾട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ മാറ്റം. അങ്ങനെ 3 മാറ്റങ്ങൾക്ക് തയ്യാറാണ്. മാറാൻ പോകണം 1-ാം തീയതി ശേഷം. 1-ാം തീയതി ഒരുപാട് ക്ലാസ് ഉണ്ടാവും. രാവിലത്തെ മെഡിറ്റേഷൻ മുതൽ രാത്രി വരെ ക്ലാസ്സുകൾ 1-ാം തീയതി. ബിസിനസ്സുകാർക്കും ക്ലാസ് 1-ാം തീയതി ഉണ്ട്. മറ്റുള്ള എല്ലാവർക്കും സെപ്പറേറ്റ് ക്ലാസ് 1-ാം തീയതി ഉണ്ട് എന്ന് അറിയിക്കുകയാണ്. അപ്പോൾ താങ്ക് യു. നിങ്ങൾക്ക് എല്ലാവരും നിങ്ങളെല്ലാം അംഗീകരിക്കുന്നു, റെഡിയെങ്കിൽ നമ്മുടെ ആദ്യത്തെ ക്യാപ്സൂൾ ഒന്നുകൂടി കഴിക്കുക, ഒരു ക്യാപ്സൂളും കൂടി എക്സ്ട്രാ കഴിക്കുക. റെഡി ആണെങ്കിൽ, ഇതെല്ലാം നിങ്ങൾ അഗ്രി ആണെങ്കിൽ, റെഡി ആണെങ്കിൽ ഒന്ന് കഴിക്കുക, നമുക്ക് തുടങ്ങാം. ഓക്കെ, ഇനി പെട്ടെന്ന് പോവാം. ഫാസ്റ്റ് ആയിട്ട് നേരത്തെ പറഞ്ഞേ ടൈപ്പ് ചെയ്യൂ, നമ്മൾ ടൈപ്പ് ചെയ്യൂ, അത് മാറ്റണ്ട, ഇരിക്കട്ടെ, അതിനൊട്ടും നിൽക്കണ്ട. ഓക്കെ, ഇന്നത്തെ വിഷയം നമ്മൾ സംസാരിക്കുന്നത് ജീവിതം മാറ്റിമറിക്കാൻ 21 ദിവസത്തിനുള്ളിൽ, ജീവിതത്തെ മാറ്റാൻ 21 ദിവസത്തിനുള്ളിൽ സാധിക്കും. ഇത് നിങ്ങൾ എല്ലാവരും ബിലീവ് ചെയ്യുന്നു. നേരത്തെ പറഞ്ഞു, നിങ്ങൾ എവരിബഡി ബിലീവ് ഇൻ ദാറ്റ്, യു ക്യാൻ ഡു ഇറ്റ്. അല്ലെ? എങ്ങനെയെന്നൊക്കെ വളരെ വിശദമായി തന്നെ ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു, വീണ്ടും പറയാം. എങ്ങനെയാണ് നമ്മളായി മാറിയത്, നമ്മൾ എങ്ങനെയാണ് ഇങ്ങനെയായി തീർന്നതെന്ന് പലപ്പോഴും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്തില്ലെങ്കിൽ ഇനിയെങ്കിലും ചിന്തിക്കണം, ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെയായി, വൈ ഐ ആം ലൈക്ക് ദിസ്. ഒറ്റ ഉത്തരേ ഉള്ളൂ,
എന്റെ പ്രവൃത്തികൾ, എന്റെ കർമ്മങ്ങൾ, എന്റെ ചിന്തകളാണ് എന്നെ ഇങ്ങനെ ആക്കിയത്. അല്ലെ, വേറെ ആരുമില്ലല്ലോ. പക്ഷെ ഇപ്പൊ പറഞ്ഞാൽ അങ്ങനെയൊന്നും അല്ല, അല്ലേ, ആരാന്നൊന്നും പറയണ്ടല്ലോ, അവരാണ് എന്നെ ഇങ്ങനെ ആക്കിയത്. ഞാൻ നല്ലൊരു മനുഷ്യനായിരുന്നു സാറേ, പക്ഷെ അവരെയാണ് എന്നെ ഇങ്ങനെ ആക്കിയത് എന്ന് പറയുന്നവരോട് ദയവ് ചെയ്ത് അല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മുടെ ചിന്തകളാണ്, നമ്മുടെ മനസ്സാണ് നമ്മളെ ഇങ്ങനെയാക്കിയത്. അപ്പോൾ അങ്ങനെയാണ് എന്ന് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ എങ്കിൽ അംഗീകരിച്ചേ പറ്റൂ, വേറെ ഓപ്ഷൻസ് ഇല്ല കേട്ടോ. വേറെ ഓപ്ഷൻ ഇല്ല എന്ന് പറയും നിങ്ങൾ, അല്ലോ സാറേ അങ്ങനെയല്ല ഇങ്ങനെയാണ്, പക്ഷെ ഓപ്ഷൻ ഇല്ല. ഞാൻ ക്ലോസ് ചെയ്യണം ആ ഭാഗം. നമ്മുടെ ചിന്തകളും നമ്മുടെ പ്രവൃത്തികളും, നമ്മുടെ മനസ്സിൽ നിന്നുള്ള നമ്മുടെ ചിന്തകളും പ്രവൃത്തികളൊക്കെയാണ് നമ്മൾ ഇങ്ങനെയാക്കിയത്. അതിന് പൂർണ്ണ ഉത്തരവാദി നമ്മുടെ മനസ്സ് തന്നെയാണ്. അതിനെ നമുക്ക് പ്രോഗ്രാം ചെയ്യപ്പെടും. മനസ്സ് പൂർണ്ണമായും പ്രോഗ്രാമഡ് ആണ്. പ്രോഗ്രാം ചെയ്യപ്പെട്ട സംഭവത്തിനാണ് മനസ്സ് എന്ന് പറഞ്ഞത്. ഒരു കുട്ടി ജനിച്ചു വരുമ്പോൾ അതിന്റെ മനസ്സിൽ ശൂന്യതയാണ്, ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഓരോന്നും കേട്ട് 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 കേട്ടാണ് ആ കുട്ടി മനസ്സിനെ പാകപ്പെടുത്തിയത്. അപ്പൊ നമ്മളൊരു 35-40 ആകുമ്പോഴേക്കും കംപ്ലീറ്റ് ആയിട്ട് വേണ്ടതും വേണ്ടാത്തതും നിറച്ച് അതിൽ നിന്നും വേണ്ടാത്തത് മാത്രം എടുത്തിട്ട് ഇങ്ങനെ ബ്ലസ് ഇങ്ങനെ തെറിപ്പിക്കും, അല്ലെ, നിറഞ്ഞിരിക്കും വേണ്ടാത്തത് മാത്രം എന്ന്. അപ്പോൾ അങ്ങനെയാണ് ഇവിടേക്ക് ഇരിക്കുന്നത്. അപ്പോൾ മനസ്സിനെ പ്രോഗ്രാം ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് സാധിക്കും. എങ്ങനെയാണ് മനസ്സിന് പ്രോഗ്രാം ആയി മാറിയത്? എങ്ങനെയാണ് മനസ്സ് പ്രോഗ്രാമായി മാറിയത്? നമ്മളുടെ അനുഭവങ്ങളിൽ നിന്നും നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളാൽ നമ്മൾ സ്വീകരിച്ച കാര്യങ്ങളെ നമ്മൾ എടുത്ത് മനസ്സിലാക്കി വെച്ചതിൽ നിന്നാണ് നമ്മുടെ ഈ പ്രോഗ്രാം ചെയ്യപ്പെട്ടത്. അതായത് ഭാഗികമായ കാര്യങ്ങളിൽ നമ്മൾ കേട്ടത്, അറിഞ്ഞത്, തൊട്ടത്, എന്താ സ്പർശിച്ചത്, അതുപോലെ തന്നെ നമ്മൾ ടേസ്റ്റ് ചെയ്തത്, അങ്ങനെ എല്ലാ പഞ്ചേന്ദ്രിയങ്ങളാണ്. എല്ലാത്തിനും നിന്ന് പഞ്ചേന്ദ്രിയങ്ങൾ നമ്മൾ അനുഭവിച്ച കാര്യത്തെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് നമ്മുടെ അനുഭവങ്ങൾ. ഇതിനാണ് നമ്മുടെ അനുഭവങ്ങൾ എന്ന് പറയുന്നത്. അത് നല്ലതാവും ചീത്തയാവും, എന്തായാലും അത് യഥാർത്ഥ അനുഭവങ്ങളാണ്. എങ്കിൽ അത് നമ്മളെ അങ്ങനെയാക്കിയെങ്കിൽ നമുക്കതിനെ തിരിച്ച് കൊണ്ടുവരാൻ പറ്റും. കാരണം നമ്മളുടെ മനസ്സ് എന്ന് പറയുന്നത് ബ്രെയിനിലാണെന്ന് സയൻസ് പറഞ്ഞു, അല്ലെ, സയന്റിഫിക്കലി ബ്രെയിൻ ആണെന്ന്, ബ്രെയിനിൽ ന്യൂറോൺസ് ആണെന്ന് പറഞ്ഞു. ന്യൂറോൺ സംഭവിക്കുന്നത് ഓരോന്നും യോജിച്ച് 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 പോകുന്നതാണ്. പല ക്ലാസ്സുകളിൽ ഞാനിത് പറഞ്ഞിട്ടുണ്ട്. യോജിച്ച് 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 പോകുന്ന ഒരു പ്രക്രിയക്കാണ് ന്യൂറോൺസ് ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മളൊരു, അതായത് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഒരു കാര്യത്തെ കേൾക്കുകയാണ്, ദിനേശ് സാർ പറയുന്നത് കേൾക്കുകയാണെങ്കിൽ നിങ്ങൾ തൊട്ടടുത്ത നിമിഷത്തിൽ ചെയ്യുന്നത്, ഞാൻ പറയുന്ന കേൾക്കുന്ന ആ വാക്കുകളെയൊക്കെ നിങ്ങൾ അതിന് തുല്യമായ പിക്ചറുകൾ ഉണ്ടാക്കും. ഞാൻ ഇപ്പോഴും ഒരു നാരങ്ങ നിങ്ങളുടെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നാരങ്ങയെ വിശ്വസിക്കുന്നു. തൊട്ടടുത്ത നിമിഷത്തിൽ മറ്റേതോ ഒരു ഭാഗം, ശരീരത്തിലെ ഭാഗം, അതിന് തത്തുല്യമായ ഒരു പദാർത്ഥം വായിൽ ക്രിയേറ്റ് ചെയ്യപ്പെടും. അത് കഴിഞ്ഞ ഉടനെ തന്നെ ഭയങ്കര പുളി അനുഭവിക്കും. നാരങ്ങ കൊണ്ട് അത് പുളിച്ചിട്ട് നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുന്നില്ല, അല്ലെ, എല്ലാവരും വായിൽ വെള്ളം നിറഞ്ഞല്ലോ. വളരെ ലളിതമാണ്, അല്ലെ. പിക്ചറും വന്നു, നാരങ്ങ കളർ പച്ചയാണോ യെല്ലോ ആണോ എന്നൊന്നും നോക്കില്ല, നിങ്ങൾക്ക് നാരങ്ങ പുളിയാണ്. പുളിച്ചു, അത് അനുഭവിച്ചു, നിങ്ങൾ ഷടാ എന്നായി, അല്ലെ. വളരെ ലളിതമാണ് ഈ പ്രോഗ്രാം. ഞാൻ നാരങ്ങയെ പറഞ്ഞതേ ഉള്ളൂ, നിങ്ങൾ പിക്ചർ കണ്ടു, നിങ്ങൾ അതിന് ടേസ്റ്റ് അനുഭവിച്ചു, നിങ്ങൾക്ക് അത് വേണോ വേണ്ടോ എന്ന് തീരുമാനിച്ചു. അതിന് ചിലപ്പോൾ നിങ്ങൾ പിഴിഞ്ഞ് സർവത്താക്കി കുടിച്ചു കാണും. എല്ലാം നിങ്ങൾ കഴിഞ്ഞു. ഞാൻ ഇവിടെ നാരങ്ങ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഇതാണ് സബ് കോൺഷ്യസ് മൈൻഡിന്റെ പ്രോഗ്രാം. നിങ്ങൾക്ക് ഈ നാരങ്ങ ജീവിതത്തിൽ കണ്ടിട്ടേ ഇല്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഞാനൊരു ദിവസം മുമ്പ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഒരു പിങ്ക് ആനയെ സങ്കല്പിക്കും എന്ന് പറഞ്ഞപ്പോ പലരും പറഞ്ഞു, പിങ്ക് ആനയോ, ആന കറുപ്പേ ഉള്ളൂ, എങ്ങനെ പിങ്ക് ഉണ്ടാവും? കാരണം സബ് കോൺഷ്യസ് മൈൻഡ് അത് അംഗീകരിക്കില്ല. കാരണം ഇതിന് അനുഭവമില്ല. നമ്മൾ എവിടെയെങ്കിലും കണ്ടത് മാത്രമേ നമുക്ക് അംഗീകരിക്കാൻ പറ്റുള്ളൂ. നമ്മളിപ്പോ പറയുന്നോ ശൂന്യാകാശത്തു കൂടി എന്താ പറയാ, വലിയ പേടകം പോകുന്നു, ആർക്കെങ്കിലും പിടികിട്ടോ? എവിടെയെങ്കിലും പേടകത്തിന്റെ ചിത്രം നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ശൂന്യാകാശത്ത് പേടകം പോകുന്നതിനെ പറ്റി നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം അതിന് തത്തുല്യമായ പിക്ചർ അത് ക്രിയേറ്റ് ചെയ്യണം തന്നെ വേണം. അല്ലെങ്കിൽ അത് ബ്ലാങ്ക്, ശൂന്യതയിൽ നിന്നൊരു പിക്ചർ ഉണ്ടാക്കിയെടുക്കും. ഇപ്പൊ ഞാൻ ശൂന്യാകാശത്തെ പേടകത്തെ പറയുമ്പോൾ ചിലർക്ക് നീളമുള്ള പേടകം ഓർമ്മ വന്നു, ചിലർക്ക് റൗണ്ടിലുള്ള പേടകം ഓർമ്മ വന്നു, മറ്റുള്ളവർക്ക് തൊട്ടിൽ പോലുള്ള പേടകം ഓർമ്മ വന്നു. അങ്ങനെ ഓരോ ആൾക്കും ഓരോന്നായിരിക്കും, അല്ലെ. അത് അവരവർ എവിടെയൊക്കെയോ കണ്ട ചിത്രത്തെ യോജിപ്പിച്ചുകൊണ്ട് ഇങ്ങനെയാണ് സബ് കോൺഷ്യസ് മൈൻഡ് പ്രോഗ്രാം ചെയ്യപ്പെടുന്നത്. അവൻ ദുഷ്ടനാണെന്ന് പറഞ്ഞാൽ ആഹാ, അപ്പൊ ദുഷ്ടന്റെ ആദ്യത്തെ ഒരാൾ ദുഷ്ടൻ എന്ന് പറയുമ്പോൾ ആദ്യം 2 ദഷ്ടപ്പല്ലുകളും കയ്യിലൊരു വാളൊക്കെ ഉള്ള ഒരാൾ ഓർക്കും, മറ്റൊരാൾ ഓർക്കും എന്നും അനുഭവിക്കുന്ന ഒരു ദുഷ്ടൻ വീട്ടിലുണ്ടല്ലോ.
അവനെ ആയിരിക്കും ആദ്യം ഓർക്കുക. ഇതുപോലത്തെ ആയിരിക്കും. അത് ഒരാളുടെ അനുഭവത്തിൽ നിന്നാണ്. ഇതെല്ലാം സബ് കോൺഷ്യസ് മൈൻഡ് പ്രോഗ്രാം ചെയ്തെടുക്കുക. അങ്ങനെയാണെങ്കിൽ ഇത് എപ്പോഴും ഫ്ലെക്സിബിൾ ആണ്. നിങ്ങൾക്ക് ദുഷ്ടനായി കരുതിയ ഒരാളെ മറ്റൊരു അനുഭവത്തിലൂടെ നല്ല മനുഷ്യനാക്കി കാണാൻ പറ്റും. എങ്ങനെ? നമുക്ക് അതിനുള്ള അനുഭവം ഉണ്ടായാൽ മതി, അതിനെ നമ്മൾ ആഗ്രഹിച്ചാൽ മതി, നമ്മൾക്ക് അതിനെ പറ്റിയ ചിത്രങ്ങൾ നമ്മൾ ഉണ്ടായാൽ മതി, ആ സന്ദർഭം ഉണ്ടായാൽ മതി, നമ്മളിത് മാറ്റും. ആണല്ലോ, മാറ്റാൻ പറ്റും. നിങ്ങൾക്ക് അനുഭവം ഉണ്ടല്ലോ അല്ലെ? ഒരു ദിവസം ചുട്ട ദോശയായിരിക്കില്ല പിറ്റേ ദിവസം ഉണ്ടാവുന്നത്, മാറ്റം ഉണ്ടാവില്ല ടേസ്റ്റിൽ. ഇതുപോലെ തന്നെ സംഭവിക്കും. ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിന് പറയുന്ന പേരാണ് ബ്രെയിനിന്റെ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന സാധനം. ഫ്ലെക്സിബിൾ ആണ് ഈ സാധനം. എങ്ങോട്ട് വേണമെങ്കിലും അല്ലെ, നമ്മുടെ കലക്ക് എന്താ പറയാ, മാവ് ഒരു പ്രത്യേക രൂപത്തിൽ കുഴച്ചെടുത്താൽ അത് ചപ്പാത്തിയാക്കാം, പൂരിയാക്കാം, എങ്ങനെ വേണമെങ്കിലും പരത്തിയെടുക്കാം, നീളമുള്ളതാക്കാം, വളയൊക്കെ ചെയ്യും. ഇതേപോലെ ഫ്ലെക്സിബിലിറ്റി ഉള്ള സാധനമാണ് ബ്രെയിൻ എന്ന് പറയുന്നത്. ഈ ഫ്ലെക്സിബിലിറ്റിയിലേക്ക് നമുക്ക് എല്ലാത്തിനെയും മാറ്റിയെടുക്കാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ളതിനെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുമല്ലോ. ആവശ്യമുള്ള തരത്തിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുമല്ലോ. ആവശ്യമില്ലാത്തതിനെ മാറ്റിയെടുക്കാൻ പറ്റുമല്ലോ. പറ്റുമെന്ന് തന്നെയാണ് ശാസ്ത്രം പറയുന്നത്. ഇതിന് പറയുന്ന പേരാണ് മൈൻഡ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. മൈൻഡ് പ്രോഗ്രാമിംഗ് അറിഞ്ഞാൽ മാത്രമേ ഇത് സാധ്യമാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. മനസ്സ് പ്രോഗ്രാം ചെയ്യാൻ വളരെ എളുപ്പമാണ്. അതിന് ഒന്നാമതായി വേണ്ടത്, മൈൻഡ് പ്രോഗ്രാം ചെയ്യാൻ എല്ലാവർക്കും പറ്റും, പക്ഷെ ഒന്നാമതായി വേണ്ട ഒരു ഘടകമുണ്ട്. അതിന്റെ പേരൊന്ന് ടൈപ്പ് ചെയ്ത് വീണ്ടും. നമുക്ക് മൈൻഡ് പ്രോഗ്രാം ചെയ്യാൻ നിങ്ങളെല്ലാം റെഡിയാണല്ലോ. നമ്മുടെയൊക്കെ മനസ്സ് പ്രോഗ്രാം ചെയ്യാൻ നിങ്ങളെല്ലാവരും റെഡിയാണ്. എന്താണ് അതിന് ആദ്യമായി വേണ്ടത്? യെസ്, കറക്റ്റ്. ആഗ്രഹം ഉണ്ടാവണം, ലക്ഷ്യമുണ്ടാവണം. യെസ്, ഇതെല്ലാം ഉണ്ടായാലേ മൈൻഡ് പ്രോഗ്രാം ചെയ്യും. എങ്ങോട്ട് പോകണം, എന്താണ് ഇപ്പൊ മാറ്റേണ്ടത്? ഞാൻ ഭയങ്കര പെർഫെക്റ്റ് ആണ്, എനിക്ക് എന്താണ് മാറ്റമുണ്ട്? അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. 2025 എന്ത് നേടാനാണ് നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്? എന്താണ് നിങ്ങൾക്ക് മാറ്റം ഉണ്ടാക്കണം? ഏതോ ഒന്ന് കൂട്ടാനും ഏതോ ഒന്ന് കുറക്കാനും നിങ്ങൾ തയ്യാറാണെങ്കിൽ എന്താണത്? എഴുതി വെച്ചോളൂ. ഇന്നും നാളെയും കൂടി എഴുതി വെച്ചോളൂ. നാളെ വൈകിട്ട് നമുക്ക് അതിനെപ്പറ്റി ചർച്ച ചെയ്യാം. ഇതിന് പ്രോഗ്രാം ചെയ്യുന്നതിന് മുമ്പാണ്. അതുകൊണ്ടാണ് ഞാൻ എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്തത്, വിഷൻ ബോർഡ് വർക്ക്ഷോപ്പിൽ ഒന്ന് വരൂ, സെറ്റ് ചെയ്യാം, അവിടെ നമുക്ക് ആഗ്രഹം ഉണ്ടാക്കാം. നോ 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 നോ, എനിക്ക് മാറ്റം വേണം. പക്ഷേ ക്ലാസ്സിനോ, ബാക്കി മെഡിറ്റേഷൻ എല്ലാ ക്ലാസ്സിനും വരാം, വിഷൻ ബോർഡിന് മാത്രം വിളിച്ചേക്കരുത് സാറെ. കാരണം എന്താ അറിയോ? കുറച്ച് വർക്ക് ഉണ്ട് ഇവിടെ, അവിടെ ഇരുത്തി പഠിപ്പിക്കുക. ഇപ്പൊ ഇത് കഴിഞ്ഞ വിഷൻ ബോർഡ് ക്ലാസ്സിലേക്ക് പോവാണെങ്കിൽ കുറച്ച് വർക്ക് ഉണ്ട്. ഇന്നലെ അവർക്ക് കൊടുത്തിട്ടുണ്ട് 10 ലക്ഷം രൂപ കിട്ടുന്നതിന്റെ ഇതൊക്കെ ആ ലക്ഷ്യമൊക്കെ സെറ്റ് ചെയ്ത് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വരുന്നുണ്ട് നിങ്ങളുടെ ബാക്കിയുള്ളവരോട്ടോ. 10 ലക്ഷം രൂപ ഇന്നലെ രാത്രി സുപ്രീത്ത് കാണാൻ വേണ്ടി പറഞ്ഞു. എത്ര പേര് കണ്ടു നോക്കട്ടെ. ഇത് ഉണ്ടാക്കാൻ കുറച്ച് മെന്റൽ പരിപാടിയാണ്. അത് തയ്യാറാവാത്തവർക്ക് 2025 അല്ല, 26 അല്ല, 30 അല്ല, 35 ആയാലും എന്തായിരിക്കും അവസ്ഥ? അവരുടെ ജീവിതാവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് തദൈവ. കേട്ടിട്ടുണ്ടോ നിങ്ങള്? എങ്ങനെയാണോ അങ്ങനെ തന്നെ ഉണ്ടാവും. എങ്ങോട്ട് പോകണം എന്നറിയാതെ കുഴിയാന അല്ലെ, ഫുൾ കുഴിയാനെ കണ്ടിട്ടുണ്ടോ നിങ്ങള്? ഇപ്പോഴാണ് നിങ്ങളെ കണ്ടിട്ടില്ല. ഗ്രാമപ്രദേശത്തുള്ള സാധനമാണ് കുഴിയാന എന്ന് പറഞ്ഞിട്ട്. കുഴിയാനക്ക് പ്രത്യേകിച്ച് ഒരു മിനിറ്റ് വെറുതെ ഇരിക്കില്ല, പണിയോട് പണിയാണ്. പക്ഷെ എന്താ, കുഴിച്ച് 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 അവിടെ തന്നെ ഉണ്ടാവും, മുകളിലോട്ട് ഒട്ടും പോകില്ല. ഇതുപോലെ ആവരുത് ജീവിതം. ലൈഫിൽ നമുക്ക് വേണം. ഇപ്പൊ മൈൻഡ് പ്രോഗ്രാം ചെയ്യണമെങ്കിൽ ആദ്യം നമുക്ക് ലക്ഷ്യം വേണം. അതായത് അതിന് പറയുന്ന പേരാണ്, 3 മെത്തേഡിലൂടെയാണ് മൈൻഡിനെ പ്രോഗ്രാം ചെയ്യുന്നത്. ഒന്ന്, വിഷ്വലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്. ഞാൻ നേരത്തെ പറഞ്ഞു എല്ലാം സ്റ്റോർ ചെയ്യപ്പെടുന്നത് ചിത്രരൂപത്തിലാണ്, ചിത്രഗുപ്തന്റെ പണിയാണെന്ന് പറഞ്ഞു. വിഷ്വലൈസേഷൻ ചെയ്യാത്തിടത്തോളം കാലം മൈൻഡ് പ്രോഗ്രാം ചെയ്യാൻ പറ്റില്ല. ഇത് ഒന്നാമതായിട്ടുള്ള പ്രക്രിയയാണ്. രണ്ടാമതായി നമ്മൾ ചെയ്യേണ്ടത് പ്രോഗ്രാം യുവർ സബ് കോൺഷ്യസ് മൈൻഡ്. സബ് കോൺഷ്യസ് മൈൻഡ് എന്താണെന്ന് അറിയണം, അതിനെപ്പറ്റി ഞാൻ വിശദമായി പറഞ്ഞു. അതിനെയാണ് നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നത്. അപ്പോൾ കോൺഷ്യസ് മൈൻഡിലൂടെ കൊടുക്കുന്ന ഇൻപുട്ടുകൾ സബ് കോൺഷ്യസ് മൈൻഡ് സ്റ്റോർ ചെയ്യപ്പെടും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, നിങ്ങൾ പിങ്ക് ആനയെ കാണൂ എന്ന് പറയുമ്പോൾ പിങ്ക് ആനയെ കണ്ടു, പിങ്ക് ആനയുടെ ദൃശ്യം കണ്ടു, അതൊക്കെ വിഷ്വലൈസ് ചെയ്തു. അത് കഴിയുമ്പോൾ ആ വിഷ്വലൈസേഷൻ നേരെ പോയി സബ് കോൺഷ്യസ് മൈൻഡിൽ പ്രോഗ്രാംഡ് ആയി മാറും. ഇതാണ് എളുപ്പമായ വഴി. മൂന്നാമത്തെ കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത്, ഞാൻ പറഞ്ഞു ന്യൂറോ പ്ലാസ്റ്റിസിറ്റി മെത്തേഡ്സ് നമുക്കറിയണം. അതറിഞ്ഞാലാണ് നിങ്ങൾക്ക് പറ്റുക എന്ന് പറഞ്ഞു. ഇതിന് ഈ സബ് കോൺഷ്യസ് മൈൻഡിൽ പ്രോഗ്രാം ചെയ്യാൻ 3 മെത്തേഡുകൾ ആണ് ഉപയോഗിക്കുന്നത്. ആ മെത്തേഡുകളുടെ പേരാണ്, ഒന്ന് അവയർനെസ് എന്ന് പറഞ്ഞ ബോധം ഉണ്ടാക്കിയെടുക്കുക.
എന്താണ് വേണ്ടത് എന്ന് ബോധപൂർവം ചിന്തിക്കുക, അവയർനെസ് എന്ന് പറയുന്ന ഒരു കാര്യം. രണ്ടാമതായിട്ട് വേണ്ടത് നമ്മൾ അതിന് സ്ഥിരീകരണം നൽകണം. അതായത് നമ്മൾക്ക് ബോധ മനസ്സിൽ ഒരു കാര്യമുണ്ട്, എനിക്കിപ്പോൾ വൈറ്റ് കളർ ബെൻസ് CL350 ഉണ്ട് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. തൊട്ടടുത്ത നിമിഷത്തിൽ എന്തായിരിക്കും സംഭവിക്കുക? എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? അതായത് അവയർനെസ്സിലൂടെ ഇന്ന കാറാണ് എൻ്റെ ആവശ്യം, ഇന്ന കാറാണ് എനിക്കുള്ളത് എന്ന് അവയർനെസ് ഞാൻ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്ത നിമിഷത്തിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നമുക്കത് ഉണ്ട് എന്ന് സ്ഥിരീകരിക്കണം. സ്വയം എനിക്കത് ഉണ്ട്, ഞാനതിന് അർഹനാണ്, എനിക്കത് ഉണ്ട് എന്നുള്ള അഫ്രിമേഷൻസ് അവിടെ കൊടുക്കണം. എങ്കിൽ മാത്രമേ സബ് കോൺഷ്യസ് മൈൻഡ് അതിനെ സ്റ്റോറി, അല്ലെങ്കിൽ സബ് കോൺഷ്യസ് എപ്പോഴോ ഒരു ബെൻസ് കാർ ഉണ്ട് എന്ന രീതിയിലേക്ക് അത് മാറ്റിക്കളയും. മൂന്നാമതായി ചെയ്യേണ്ടത് നമ്മൾ അതിനെ എന്താണ്, ഇമോഷണൽ ആങ്കറിങ് എന്ന് പറയും. വികാര വായ്പോടുകൂടി സമീപിക്കണം. ഈ 3 മെത്തേഡ് ഇല്ലാതെ നമുക്ക് മൈൻഡ് പ്രോഗ്രാം ചെയ്യാൻ സാധിക്കില്ല. 3 കാര്യങ്ങൾ നമ്മൾ അവയർനെസ് കൊണ്ടുവരണം, ബോധപൂർവം ചിന്തിച്ച് ശരിയാക്കി തയ്യാറാക്കണം. ഇതിനാണ് ഗോൾ സെറ്റിങ്ങും വിഷ്വലൈസേഷനും ചെയ്യുന്നത്. നമ്മളിപ്പോൾ നിങ്ങൾ എല്ലാവരും 2020 മെഡിറ്റേഷൻ വന്നിട്ടുണ്ട്. എന്താണ് 2020 മെഡിറ്റേഷൻ? നിങ്ങൾക്ക് എല്ലാവരും ഇന്നലെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു കഴിഞ്ഞു. വളരെ ലളിതമായിരുന്നു ചെയ്തത് അല്ലെ? ആദ്യം നമ്മൾ എന്താണ് വേണ്ടതെന്ന് അവിടെ സെറ്റ് ചെയ്തു. അവയർനെസ് ആദ്യം ഞാൻ പറഞ്ഞു മനസ്സിലാക്കി, നിങ്ങൾക്ക് ഇന്നെന്ന കാര്യങ്ങളാണ് ആവശ്യമെന്നും അവയർനെസ് സെറ്റ് ചെയ്തു. എല്ലാം സെറ്റ് ചെയ്തു. 20 മിനിറ്റ് അതിനുവേണ്ടി മാത്രം ചെലവഴിച്ചു. അടുത്ത 20 മിനിറ്റ് അതിനെ നമ്മൾ അനുഭവിച്ചു, കണ്ടു, അനുഭവിച്ചു. കോടിക്കണക്കിന് രൂപയും അനുഭവിച്ചു, സമ്പത്തും അനുഭവിച്ചു, എല്ലാം നമുക്ക് എന്താണോ വേണ്ടതൊക്കെ അനുഭവിച്ചു. അടുത്ത നിമിഷം എന്താണ് ചെയ്തത്? അലൈൻ വിത്ത് യൂണിവേഴ്സൽ എനർജി എന്ന് പറയും ഈ സാധനത്തിന്. ഇതൊക്കെ എവിടെയാണുള്ളത്? ഇതെല്ലാം യൂണിവേഴ്സൽ ദൈവത്തിന്റെ കയ്യിലാണുള്ളത്. അവിടെ നിന്നാണ് നമുക്ക് ലഭിക്കേണ്ടത്. അപ്പോൾ ആ ദൈവവുമായി, ആ യൂണിവേഴ്സുമായി നമ്മൾ അങ്ങ് യോജിച്ചു. ഇതിനാണ് ധനലക്ഷ്മി മന്ത്രം ധനലക്ഷ്മി മെഡിറ്റേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ യോജിച്ചത്. അപ്പോൾ ഉറക്കവും വരും, കൈകാല് വേദനയും പോകും. നിങ്ങൾക്ക് എന്താണോ നിലവിലുള്ളത് മൊത്തം മാറും. കാരണം എന്താ അറിയോ? നിങ്ങൾ ദൈവീകമായ ഒരു എനർജിയുമായി കണക്ട് ചെയ്തു. 1/2 മണിക്കൂർ നേരം. വെറുതെ അല്ല. എനിക്ക് വേണ്ടത് ഇതെന്താണ് തീരുമാനിച്ചു, അത് പൂർണ്ണമായി ഞാൻ കണ്ടു, അനുഭവിച്ചു. എന്നിട്ട് ഞാൻ അതിലേക്ക് ദൈവികതയിൽ ചോദിച്ചു. പരിപാടി സൂപ്പർ, കഴിഞ്ഞു. ഇതെന്നും ചെയ്യാൻ സാധിച്ചാൽ എന്താണോ വേണ്ടത് ലഭിക്കുമല്ലോ. മൈൻഡ് പ്രോഗ്രാം ആവുമല്ലോ. ഒന്നും നടക്കാതിരിക്കില്ലല്ലോ. എല്ലാം നടക്കുമെന്ന പൂർണ്ണ വിശ്വാസം. ഇത് 21 ദിവസം റിപ്പീറ്റ് ചെയ്താൽ എന്തായിരിക്കും ചെയ്യാം? മെഡിറ്റേറ്റ് ചെയ്യുക, അഫർമേഷൻ പ്രാക്ടീസ് ചെയ്യുക, യൂണിവേഴ്സൽ എനർജിയുമായി അലൈൻ ചെയ്ത് നിൽക്കുക, പോസിറ്റീവായി നിൽക്കുക, ആ ദൈവികതയുമായി റെഡിയായി നിൽക്കുക. ഒരേ കാര്യത്തിൽ 21 ദിവസം ചെയ്ത്. എന്തുകൊണ്ട് 21 ദിവസം എന്ന് വെച്ചാൽ 21 ദിവസമാണ് നമ്മുടെ ബ്രെയിനിന്റെ ഒരു ആക്ടിവിറ്റിയെ നമ്മുടെ ബിഹേവിയറായി മാറും. നമ്മൾ 21 ദിവസം റിപ്പീറ്റഡ് ആയ ഒരു കാര്യം ചെയ്താൽ 22ാമത്തെ ദിവസം അത് ഓട്ടോമാറ്റിക്കായി സംഭവിക്കും. ഇതിന് പറയുന്ന പേരാണ് ഓട്ടോ സജഷൻ. അത് ബിഹേവിയറായി മാറും. ബിഹേവിയർ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യണ്ടല്ലോ, നമ്മൾ അതാണല്ലോ, നമ്മൾ അതായി മാറി. ഇതാണ് 21 ദിവസത്തെ പ്രോഗ്രാം. ഇതിന് നിങ്ങൾക്ക് ആദ്യം ഗോൾ സെറ്റിംഗ്സ് വേണം, വിഷ്വലൈസേഷൻ വേണം, അതിന് കൃത്യമായി മെഡിറ്റേഷൻ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കണം. നിങ്ങൾക്ക് കൃത്യമായി വേണ്ടത് എന്താണെന്ന് അറിയണം. എന്നിട്ട് ദൈവികമായ യൂണിവേഴ്സൽ എനർജിയുമായി യോജിക്കാൻ സാധിക്കണം എന്ന് മാത്രം ഇന്നത്തെ സെഷനിൽ ഓർമ്മിപ്പിക്കുന്നു. നാളെ നമുക്ക് വീണ്ടും ഇതിന് കൂടുതൽ അറിയിക്കാം, സംസാരിക്കാം. ഇപ്പൊ ഇതിന് തയ്യാറായവർക്ക് നമുക്ക് വിഷ്വലൈസേഷൻ ക്ലാസ്സുകൾ, എന്താ പറയുക, വിഷൻ ബോർഡ് ക്ലാസ്സുകളുണ്ട്, ഗോൾ സെറ്റിംഗ് ക്ലാസ്സുകളുണ്ട്, മെഡിറ്റേഷൻ ഉണ്ട്, അഫർമേഷൻ പ്രാക്ടീസുകൾ ഉണ്ട്, 2020 മെഡിറ്റേഷൻ പോലുള്ള പർട്ടിക്കുലർ ആയിട്ട് മെഡിറ്റേഷൻ ഉണ്ട്, മൈൻഡ് റീപ്രോഗ്രാം ചെയ്യുന്ന ജേർണി ടു ഹാപ്പിനെസ് എന്ന് പറയുന്ന കോഴ്സ് ഉണ്ട്. അതിൽ വന്നവർക്കൊക്കെ അമേസിംഗ് ആയിട്ടുള്ള മാറ്റം വന്നു. എന്തൊക്കെ അത് ഞാൻ ഇവിടെ പറയുന്ന സമയം എടുക്കണില്ല, നിങ്ങൾക്ക് അറിയാം, ഇതെല്ലാവരും നിങ്ങൾക്ക് അറിയുന്ന, യൂട്യൂബിലൊക്കെ കേൾക്കുന്നതാണ് പറയുന്നത്. അത്രയും അമേസിംഗ് ചേഞ്ചസ് എനിക്ക് നിങ്ങൾക്കും എല്ലാവർക്കും ഉണ്ട്. ഓരോ ദിവസവും പ്രാക്ടീസ് ചെയ്യും. ഇത് ഇനിയും എല്ലാവർക്കും എത്തട്ടെ, കൂടുതൽ ആൾക്കാർക്ക് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് മറ്റൊരു ക്ലാസ്, നമുക്ക് വിഷൻ ബോർഡിന്റെ ക്ലാസ് എടുക്കാൻ സമയമായതുകൊണ്ട് തൽക്കാലം വിടവാങ്ങുന്നു. നമുക്ക് നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്.